പ്രിയമുള്ളവരെ, നമസ്കാരം. യുദ്ധങ്ങളൊക്കെ ഇപ്പോൾ ദിവസങ്ങളുടെ പേരിലാണ് അറിയപ്പെടാറുള്ളത്. 6 ഡേ വാർ, 12 ദിവസ യുദ്ധം, വൺ ഡേ യുദ്ധമാണ് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. അതായത് ഇസ്രായേൽ ഇറാൻ നേരിട്ടുള്ള യുദ്ധം. വർഷങ്ങൾക്ക് മുമ്പാണ് ഈ 6 ഡേ വാർ, അതായത് 6 ദിന യുദ്ധമൊക്കെ കഴിഞ്ഞത്. ഏതായാലും ഇങ്ങനെ ദിവസങ്ങളുടെ പേരിൽ ഈ യുദ്ധമൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു കാലത്ത്, ഈ വൺ ഡേ വാർ എന്നൊക്കെ പറയുന്ന ഈ ഒരു കാലത്ത്, നമ്മുടെ മിത്രങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം വലിയ നിരാശയിലാണ്. ഈ വൺ ഡേ വാറിൽ കാര്യങ്ങളൊക്കെ തീരുമാനമാകും എന്നായിരുന്നു അവർ ചിന്തിച്ചത്. ഇതിപ്പോൾ ടെസ്റ്റ് മത്സരവും തോറ്റു, വൺ ഡേ വാറും തോറ്റു, 2020യും തോറ്റു, എവിടെയും എടുക്കാത്ത ഒരവസ്ഥയിലേക്ക് ഒരു രാജ്യം പോയി എന്നുള്ളതാണ്. അത്തരം ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇറ്റാമിൻ ബെൻഗിർ ഇന്നലെ പറഞ്ഞത് ഇറാനെ കത്തിച്ചു കളയുമെന്നാണ്. അങ്ങനെ അങ്ങ് പറയുന്നത് കേട്ടപ്പോൾ മിത്രങ്ങളൊക്കെ വലിയ ആവേശത്തിലായിരുന്നു. ആ വാർത്തക്കടിയിൽ അട്ടഹസിച്ചുകൊണ്ട് അവരവരുടെ സന്തോഷമൊക്കെ രേഖപ്പെടുത്തി. എന്തായാലും കത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ മിത്രങ്ങൾ ഒരു പുകയെങ്കിലും പ്രതീക്ഷിച്ചു. ഒരു കോപ്പും സംഭവിച്ചില്ല എന്നുള്ളതാണ്. അതേസമയം യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട ആളുകൾ, തുടർച്ചയായി ലബനോൻ എന്ന് പറയുന്ന രാജ്യത്തെ കടന്നാക്രമിച്ച, അവിടെ അധിനിവേശം നടത്തിക്കൊണ്ടിരുന്ന ആ ആളുകൾക്ക് കണക്കിന് കിട്ടുകയും ചെയ്തു. ക്ഷമയ്ക്കൊരു അതിരുണ്ട് എന്നതാണ് ഇറാന്റെ നിലപാട്. ഇനിയും ലബനോനെ ആക്രമിച്ചാൽ ഇസ്രായേൽ കൊട്ടുവാങ്ങും എന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ആ പറഞ്ഞതുപോലെ അവർ ചെയ്തു. തിരിച്ചടിക്കരുത് എന്ന് പറഞ്ഞ് ട്രംപ് ഒരു സമാധാന ദൂതനായി അവിടെ അവതരിച്ചു. ട്രംപിനെ വകവെക്കാതെ ഇസ്രായേൽ ഇറാനെ അടിച്ചു എന്നതാണ് വാർത്ത. എന്തായാലും അതൊക്കെ ചില പ്രത്യേക നീക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള വാക്കുകളാണ് എന്ന കാര്യം നമുക്കറിയാം. എന്തായാലും അങ്ങനെ ട്രംപിനെ വകവെക്കാതെ ഇറങ്ങി വന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നഷ്ടങ്ങളുണ്ടായി. മിത്രങ്ങൾ അടക്കി പിടിച്ച് കരയുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവർ വലിയ നിരാശയിലാണ്. എന്തായാലും അങ്ങനെ നിരാശയിലായി പോയിട്ടുള്ള മിത്രങ്ങളെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ ഒരു പുതിയ കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, മുംബൈയിലെ ഇസ്രായേൽ കോൺസുലേറ്റിന് മുന്നിൽ ശിവജിയുടെ പ്രതിമ സ്ഥാപിക്കും എന്നുള്ളതാണ് ആ പ്രഖ്യാപനം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫഡ്നാവിസ് ഉൾപ്പെടെ ഇസ്രായേലിന്റെ ഈ നീക്കത്തെ വല്ലാതെ പ്രകീർത്തിച്ചിട്ടുണ്ട്. സംഖ്യകളത് ഏറ്റെടുത്തിട്ടുമുണ്ട്. അവർക്ക് അത് മതി. ഒരു എല്ലിൻ കഷ്ണം കിട്ടിയാൽ, അല്ലെങ്കിൽ ചെറിയ കരയുന്ന കുട്ടിക്ക് ഒരു മിഠായി എന്ന രീതിയിൽ എന്തെങ്കിലും കിട്ടിയാൽ അവർ അതുകൊണ്ട് ആശ്വസിക്കും. പഴയ കാര്യങ്ങളൊക്കെ അവർ മറക്കും. എന്തായാലും മിത്രങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇസ്രായേലിനെ മുന്നിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെ സഹായിക്കാൻ, ഫലസ്തീനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകളാണ്. അത്തരത്തിലൊരു ആഗ്രഹം പ്രകടിപ്പിച്ച ആളുകളാണ്. കഴിയുമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സഹായിക്കേണ്ട സമയം ഇപ്പോഴാണ്. കാരണം നിങ്ങളുടെ ഉറ്റ ചങ്ങാതി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വല്ലാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ അവർ നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സഹായം പ്രതീക്ഷിച്ചത് കൊണ്ടാണ് അവർ ശിവജി പ്രതിമയൊക്കെ മുംബൈയിലെ കോൺസുലേറ്റിന് മുന്നിൽ സ്ഥാപിക്കും എന്നൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയിരിക്കുന്നത്. കഴിയുമെങ്കിൽ ഇപ്പോൾ കൂടെ നിന്ന്, മുൻനിരയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഇറാനെതിരെ യുദ്ധം ചെയ്യുക. ഇറാൻ എന്ന ശത്രുവിനെ ഇസ്രായേലിനു വേണ്ടി തോൽപ്പിക്കാൻ നിങ്ങൾ രംഗത്തിറങ്ങുക. കാരണം നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, നിങ്ങൾ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇറാന്റെ പക്കൽ നിന്നും ഇത്തവണ കിട്ടിയത്, ഈ വൺ ഡേ യുദ്ധത്തിൽ അവർ വാങ്ങിക്കൂട്ടിയത് വലിയ നഷ്ടങ്ങളാണ്. 3 വ്യോമതാവളങ്ങളാണ് ഇറാൻ അടിച്ചു തകർത്തത്. ഖൈബർ ഷക്കാൻ എന്ന് പറയുന്ന മിസൈൽ ഉപയോഗിച്ചാണ് ഇവിടെ ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത്. നെവാറ്റിം എയർബേസ് എന്നുപേരുള്ള അത്യാധുനിക ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള F-35 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുള്ള ആ എയർബേസിന് നേരെയാണ് ഇറാന്റെ ഏറ്റവും വലിയ ആക്രമണം നടന്നത്. ഒരേ സമയം 20ഓളം ഖൈബർ ഷക്കാൻ മിസൈലുകളാണ് ഈ വ്യോമതാവളത്തിലേക്ക് പറന്നിറങ്ങിയത്. അത്തരത്തിൽ 3ഓളം വ്യോമതാവളങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങൾ ഇവിടെ ഇസ്രായേലിനെതിരെ ഉണ്ടായിട്ടുണ്ട്. 3ഓളം വ്യോമതാവളങ്ങൾക്കെതിരെ. ഒന്ന്, ലബനോനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയ ഒരു താവളത്തെയാണ് ആദ്യം ഇവിടെ ഇറാൻ ലക്ഷ്യം വെച്ചത്. അങ്ങനെ ലബനോനിലേക്ക് ആക്രമണം നടത്തിയ താവളത്തെ ലക്ഷ്യം വെച്ചപ്പോൾ മറ്റൊരു വ്യോമതാവളത്തിൽ നിന്ന് ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തി. അങ്ങനെ ആക്രമണം നടത്തിയപ്പോൾ ആ വ്യോമതാവളങ്ങൾക്ക് നേരെയും ഇറാൻ ഖൈബർ ഷക്കാൻ മിസൈൽ പ്രയോഗിച്ചു. 500 കിലോഗ്രാം വാർഹെഡുകൾ ഉപയോഗിച്ചാണ് ഈ മിസൈൽ, അത്തരത്തിലുള്ള വാർഹെഡുകളാണ് ഈ മിസൈലിൽ ഘടിപ്പിച്ചിരുന്നത്. അത്തരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിച്ചാണ്, 20ഓളം മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇവിടെ നെവാറ്റിം എയർബേസിലേക്ക് ആക്രമണം നടത്തിയത്. സമാനമായ രീതിയിൽ തന്നെയാണ്
മറ്റ് എയർബേസുകളിലേക്കും ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തെ തുടർന്ന് വലിയ നാശനഷ്ടം ഇസ്രായേലിനകത്തുണ്ടായി. മിസൈലുകൾ ഏറെക്കുറെ ഈ എയർബേസിൽ പതിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം കുത്തിപ്പിടിച്ച് അതിർത്തിയിൽ കാവലിരുന്ന ഇസ്രായേൽ സൈന്യത്തിന് ഈ മിസൈലുകളെ ചെറുക്കാൻ കഴിഞ്ഞില്ല, പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. നിങ്ങൾ യുദ്ധം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. ഈ രാജ്യത്തിന് നിങ്ങളെ കൊണ്ട് ഒരു ഗുണവുമില്ല. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ആർക്കെങ്കിലും ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. നിങ്ങൾ കഴിയുമെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കുക. നിങ്ങളെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി, തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ നേതാവിന്റെ 56 ഇഞ്ചിന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുതിയ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഇസ്രായേലിനെ സഹായിക്കുക. അത്രമാത്രം സഹായം ഇപ്പോൾ അവർ അർഹിക്കുന്നുണ്ട്, അവർ ആവശ്യപ്പെടുന്നുണ്ട്. മുൻനിരയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ യുദ്ധം ചെയ്യുക. കൂടുതലായിട്ടൊന്നും ഈ ഒരു സമയത്ത് ഞാൻ പറയുന്നില്ല. എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലരൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പുകയെങ്കിലും പ്രതീക്ഷിച്ചു. കത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പുകയെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ പ്രതീക്ഷിച്ചതിന്റെ ഭാഗമായി അവർ അട്ടഹസിച്ചു, വല്ലാതെ സന്തോഷിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ അവർ ഉറഞ്ഞു തുള്ളി. പക്ഷേ ഒരു ചുക്കും സംഭവിച്ചില്ല. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ചങ്കുറപ്പോടുകൂടെ തന്നെ നിവർന്നു തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇസ്രായേൽ പറയുന്നു, ഇനി ഞങ്ങളെ അടിച്ചില്ലെങ്കിൽ തിരിച്ച് ഞങ്ങളും അടിക്കില്ല, അതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് ഇസ്രായേൽ പറയുന്നു. കൊടുക്കാനുള്ളത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇത്ര മതി, ഇനി ആവശ്യം വേണമെങ്കിൽ ഇനിയും കൊടുത്തോളാം എന്നതായിരുന്നു ഇറാന്റെ നിലപാട്. അതിനുശേഷമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായത്. അതായത് കിട്ടാനുള്ളത് കിട്ടിയപ്പോൾ, ശരിക്കും കിട്ടി ബോധിച്ചപ്പോൾ പരിപാടികളൊക്കെ ഏറെക്കുറെ തീരുമാനമായി. ഇനിയും ലെബനോനെതിരെ വിരൽ ചൂണ്ടിയാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ വേരോടെ പിഴുതുകളയും എന്നതാണ് മുജ്തബ അലി ഖംനാഇയുടെ നേരത്തെയുള്ള പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. ട്രംപിനുൾപ്പെടെ ഇപ്പോൾ മുജ്തബയെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മിത്രങ്ങൾക്ക് കഴിയുമെങ്കിൽ മിത്രങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുക. നിങ്ങളുടെ ചങ്ങാതിയെ സഹായിക്കാൻ കഴിയുമെങ്കിൽ മുൻനിരയിൽ നിന്നുകൊണ്ട്, കഴിഞ്ഞില്ലെങ്കിൽ പോലും കുറച്ച് പുറകിലെങ്കിലും നിന്നുകൊണ്ട് നിങ്ങൾ അവരെ സഹായിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.